2023 അസമിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടന്നു. അതിനുശേഷം പഴയ പല സീറ്റുകളും ഇല്ലാതാവുകയും പുതിയ പല സീറ്റുകളും രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗുവാഹത്തി സെൻട്രൽ സീറ്റ്. ഇവിടെ ഇത്തവണത്തെ മത്സരം ബിജെപിയുടെ വിജയ് ഗുപ്തയും കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ AGPയുടെ കുങ്കി ചൗധരിയും തമ്മിലാണ്. എന്നാൽ കുങ്കി ചൗധരിക്ക് വെറും 27 വയസ്സാണെന്നതും വിജയ് ഗുപ്ത ബിഹാറി വംശജനാണെന്നതുമല്ല ഈ മത്സരത്തെ രസകരമാക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞ 2 തലമുറകളായി അസമിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കുങ്കി ചൗധരിയുടെ മാതാപിതാക്കളുടെ ഭക്ഷണ രീതി ഹിന്ദു ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് ഈ മത്സരത്തെ കൂടുതൽ രസകരമാക്കിയിരിക്കുകയാണ്. നമ്മോടൊപ്പം AGPയുടെ കുങ്കി ചൗധരിയുണ്ട്. കുങ്കി, നിങ്ങളുടെ പ്രായത്തെയും മറ്റും കുറിച്ച് ഒരുപാട് ചർച്ചയുണ്ട്. എന്താണ് വിഷയം? പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. സെൻട്രൽ ഗുവാഹത്തിയിലെ ജനങ്ങൾക്ക് വേണ്ടിയും അസമിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ വന്നതാണ്. അതുകൊണ്ട് പ്രായം ഇവിടെ ഒരു വലിയ വിഷയമല്ല. ജനങ്ങളോടുള്ള എന്റെ പ്രതിബദ്ധതയും അഭിനിവേശവുമായാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പോരാടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്തവണ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് നൽകേണ്ടത്? എനിക്ക് വോട്ട് നൽകണം. കാരണം ഞാൻ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഭരണകൂടവും ജനങ്ങളും തമ്മിൽ യാതൊരു വിടവുമില്ലാത്ത സുതാര്യവും ഉത്തരവാദിത്വവുമുള്ള ഒരു സംവിധാനം ഞാനിവിടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. സെൻട്രൽ ഗുവാഹത്തിയിലെ പ്രധാന പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കപ്പെടുകയും വേണം. നിങ്ങളുടെ മത്സരം BJPയുടെ വിജയ് ഗുപ്തയുമായാണ്. അദ്ദേഹത്തെക്കാൾ നിങ്ങൾ എങ്ങനെയാണ് മികച്ചതാക്കുന്നത്? അതെ, അവർ വളരെ ശക്തയാണ്. പക്ഷേ സെൻട്രൽ ഗുവാഹത്തിയിലെ വോട്ടർമാർ കൂടുതൽ ശക്തരാണ്. അതുകൊണ്ട് 9-ാം തീയതി സെൻട്രൽ ഗുവാഹത്തിയിലെ ആളുകൾ തീരുമാനിക്കും അവർക്ക് എന്താണ് വേണ്ടത്. നിങ്ങൾ ഇവിടത്തുകാരിയും അവർ പുറത്തുനിന്നുള്ളയാളുമാണെന്നൊരു കാര്യവുമുണ്ടോ? ഇതൊന്നും ഒരു വിഷയമല്ല. അവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്നവരാണ്. രണ്ടുപേരും ഇപ്പോൾ മത്സരിക്കുകയാണ്. അതുകൊണ്ട് 9-ാം തീയതി ജനങ്ങൾ തീരുമാനിക്കും അവർക്ക് എന്ത് വേണമെന്നും ആര് വേണമെന്നും. നിങ്ങൾക്കെതിരെ ഇവർ ഔട്ട്സൈഡേഴ്സ് എന്ന വിഷയം ഉന്നയിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ, എണ്ണത്തിലൊരു 10 പേർ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, മീഡിയയിലും ചെയ്യുന്നുണ്ട്. ഈ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അസമിൻ്റെ ശത്രുക്കളാണ്. അവർ അസമിൻ്റെ ശത്രുക്കളാണ്. ആളുകൾ സമാധാനത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു അസമീസ് സമൂഹം ഉണ്ടാകുന്നത് അവരാഗ്രഹിക്കുന്നില്ല. ഐശ്വര്യത്തോടെയും പരസ്പരം ഭേദഭാവനകളില്ലാതെയും ഒരു മെച്ചപ്പെട്ട അസമീസ് സമൂഹം രൂപീകരിക്കാൻ പോവുകയാണ്. കൂടാതെ 5000 വർഷം പഴക്കമുള്ള ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പോഷകരാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇങ്ങനെയുള്ള പ്രചാരണം നടത്തുന്ന ആളുകൾ നമ്മുടെ അസം മാതാവിൻ്റെ ശത്രുക്കളാണ്, ഭാരതത്തിൻ്റെയും ശത്രുക്കളാണ്. നിങ്ങളുടെ എതിരാളി സ്വയം ഇവിടത്തെ മകളാണെന്ന് പറയുന്നു. ഇവിടെ താമസിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടത്തെ മകളും മകനുമാണ്. അസം അവരുടെ സന്താനമാണ്. അസം മാതൃഭൂമിയുടെ ഹൃദയം വളരെ വലുതാണ്. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാനുണ്ട്, നിങ്ങളില്ല എന്ന് പറയരുത്. ഈ വേർതിരിവ്. നിങ്ങൾ എന്താണ്? ഞാൻ അസമിൻ്റെ സന്താനമാണ്. ഇതെൻ്റെ ജന്മഭൂമിയാണ്. ഇതെൻ്റെ കർമ്മഭൂമിയാണ്. അസമിൻ്റെ മണ്ണിനോട് എനിക്ക് അത്രയേറെ സ്നേഹമുണ്ട്. ഞാൻ അസമിൻ്റെ മണ്ണിൻ്റെ പുത്രനാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അസാമീസ് പെൺകുട്ടിക്ക് കൊടുക്കണോ അതോ ഒരു നോൺ അസാമീസ് വ്യക്തിക്ക് കൊടുക്കണോ? ആ ബേസിസ് നമ്മൾ എടുക്കരുത്. ബേസിസ് ഇതായിരിക്കണം: നമ്മുടെ ഭാവിക്ക് വേണ്ടി ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരാണ് പ്രവർത്തിക്കുക, കൂടാതെ അവർ പാസ്റ്റിൽ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം. ഞങ്ങൾ ഒറിജിനലാണ്. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങൾ അമ്മാവന് കൊടുക്കും. ആരായാലും ബീഹാറിയോ അസമിയോ ആകട്ടെ, യഥാർത്ഥ വസ്തുത പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. നമ്മുടെ ഇത് മുന്നോട്ട് പോകണം. അതായത് ഈ വിഷയം നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് പോകണം. ബീഹാറി ആയാലും അസമീസ് ആയാലും അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഒരു അസമീസ് അല്ലാത്തയാൾ ഈ ടിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാണ്. എന്തെന്നാൽ നമ്മുടെ അസമിൽ ഒരുപാട് ആളുകളുണ്ട്. അറിവും വിവരവുമുള്ള ഒരുപാട് ആളുകളുണ്ട്. വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ അസമിലെ ആളുകൾക്ക് അസമിനെ കുറിച്ച് അറിയാമല്ലോ, അല്ലേ? അസമീസ് അല്ലാത്ത ഒരാൾക്ക് എന്തറിയാം? അയാൾ പുറത്തു നിന്നല്ലേ വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജനനം ഇവിടെയാണ്. അദ്ദേഹം ഇവിടെയാണ് ജനിച്ചത്. അദ്ദേഹം എത്രയൊക്കെ ഇവിടെ ജനിച്ചതാണെങ്കിലും പക്ഷേ അയാൾ പുറത്തേക്കാണ് ചായ്വ് കാണിക്കുക. നമ്മുടെ അസമിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതെന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുമെന്ന് നിങ്ങൾ കരുതുന്നു? പിന്നെ ഇത് TV-യിൽ മുഴുവൻ ക്ലിക്കാവും.